ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് രണ്ടാമത്തെ ഏമ്പൊക്കെ ഇട്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. വ്യക്തമായില്ല. ഇത്ര നാൾ ഒരു പെണ്ണിന്റെ പിറകെ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി നാടൻ മടപ്പൊക്കെ നിന്നു. ഇപ്പൊ ജസ്റ്റ് ഒരു ഹായ് ഇട്ട് കൊടുത്താ പോരെ. അങ്ങനെ ഹായ് പറഞ്ഞ് സെറ്റ് ആവാനാണെങ്കിൽ എനിക്ക് കരീന കപൂർ മുതൽ ഉത്തമ റോയ് വരെ സെറ്റ് ആവണം. ഞാൻ പണ്ട് ചെയ്ത ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്നു. അതിനെപ്പറ്റി ആലോചിക്കാതിരുന്നാ പോരെ. അവളെ വല്യച്ഛൻ മുതൽ അവളെ കൊച്ചച്ഛന്റെ കയ്യിലെ തഴമ്പ് വരെ എന്റെ മുഖത്ത് കിടന്ന് ഓടിയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് വല്ലതും അറിയാവോ? അതെന്തോന്ന് നീ ഇടിയുണ്ട് മെഴുകിയത് ഇപ്പോഴത്തെ തലമുറ അറിയണോ? ഇന്ന് പോടെ. പിന്നെ 2 ഇടിയെ കിട്ടിയാലല്ലേ സ്ട്രോങ് ആവും അങ്ങോട്ട് പ്രേമം. ഈ 2 ഇടിയിട്ട് സ്ട്രോങ് ആവുന്നെങ്കിൽ നിന്റെ പ്രണയം എന്തിയടേ? പണ്ട് 29 കാർഡ് മേടിച്ച് ചുരണ്ടി അവർക്ക് മെസ്സേജ് അയച്ച കഥ ആയിരിക്കും. ഇതിപ്പോ 28 തവണയാണ് നീ പറഞ്ഞ പോണ ഇറക്കാൻ വന്ന്. ആ സ്കൂൾ വിട്ട് പോകുമ്പം ഞാൻ ഇങ്ങനെ ബസ്സിൽ നിന്നിട്ട് അവളെ ഇങ്ങനെ ഒളിക്കണ്ടിട്ട് നോക്കും. ഓ സൂപ്പർ ആയിരുന്നു കേട്ടാ. അത് അന്നല്ലേ 70 കഴിഞ്ഞ കുറെ പേര് നിന്നെ എടുത്തിട്ട് ഇടിച്ചത്. എന്നെ ഒരുപാട് പേര് വെറുതെ എടുത്തിട്ട് ഇടിച്ചിട്ടുണ്ടല്ലേ. ഇപ്പോഴത്തെ കുറച്ച് കിഡ്സ് ഉണ്ടായിരുന്നല്ലേ, പേരെന്തോ ഇത്? ജെംസ് അല്ല കാഡ്ബറി, ജെൻസി. എന്തോന്ന് സിയായാലും അവരുടെ ലൗല് കഷ്ടപ്പാടില്ല. ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് ഈ പിറകെ ഇഷ്ടം പറയുന്നത് ഇഷ്ടമല്ല കേട്ടോ. ആരുടെ ഇഷ്ടം പറഞ്ഞു തോന്നുന്നു ബ്രോ? 3 പെമ്പിള്ളേർ തന്നെ ഇഷ്ടമാണെന്ന്. 3 പെമ്പിള്ളേര്. ലേഡീസിന് ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിൽ പറഞ്ഞാൽ ഇഷ്ടപ്പെടുത്തുള്ളൂ. ഏത് സ്റ്റൈല്? ട്രാക്സ് ഇവിടെ ഇൻസർട്ട് ചെയ്ത് കിടക്കുന്ന വാണം. ജിമിട്ട് കോമാളി നിക്കറിട്ട് നടക്കുന്നോ എങ്ങോന്നാണ്ടാ? പണ്ട് നീ ജെട്ടിയിലിരുന്ന് ഓടുന്ന വീഡിയോ വീണ്ടും വാട്സാപ്പിൽ കളയും. അതിന് കാണാനും അവരെന്തുകൊണ്ടാണ് നിന്നെ ഇഷ്ടം പറയാത്ത കാര്യം എന്ന് വെച്ചാൽ എന്നെ പോലെ ഇൻഷർട്ട് ഒക്കെ ചെയ്ത് നല്ല ലുക്കി നടന്ന കൺഫേം ലവ് സക്സസ്. സത്യം ശരിയെന്ന വാണമേ. എന്റെ ജേഴ്സിയെ കുറ്റം പറ. എന്റെ ജീവിതത്തിലെ 2 ശത്രുക്കൾ ഇനി നിങ്ങളാണ് കേട്ടോ.